രാജ്യത്തെ മറ്റേതൊരു ഫിലിം ഇൻഡസ്ട്രിയുമായും താരതമ്യപ്പെടുത്തിയാൽ 2026-ൽ ഇതുവരെ ഏറ്റവും വിജയകരമായ മേഖലയായി മോളിവുഡ് മാറിയിരിക്കുകയാണ്. പുതുമുഖങ്ങൾ അണിനിരന്ന വാഴ 2-വും മലയാളത്തിലെ അതികായൻ മോഹൻലാലിന്റെ ദൃശ്യം 3-യും ജനപ്രിയ ഫ്രാഞ്ചൈസിയായ ആടിന്റെ 3-ാം ഭാഗവും എല്ലാം ചേർന്നപ്പോൾ 600 കോടിക്ക് മുകളിലുള്ള ബിസിനസാണ് 2026-ന്റെ ആദ്യ പകുതിയിൽ തന്നെ മോളിവുഡിൽ സാധ്യമായിരിക്കുന്നത്. ഇതിനൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച മോഹിനിയാട്ടവും അതിരടിയും പേട്രിയറ്റും കൂടെ ചേരുമ്പോൾ കണക്കുകൾ പലരെയും ആശ്ചര്യപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. സമ്മർ വെക്കേഷനുകളെ അതിന്റെ പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്തിയ ചിത്രങ്ങളായിരുന്നു ഈ കാലയളവിൽ പുറത്തിറങ്ങിയതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഫോം നിലനിർത്താൻ വരാനിരിക്കുന്ന മാസങ്ങളിൽ മലയാള സിനിമയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ്. എന്നാൽ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റെടുത്താൽ ആദ്യ പകുതിയേക്കാൾ ഗംഭീരമായി ഈ വർഷത്തെ രണ്ടാം പകുതി മോളിവുഡ് മാറ്റുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഓണം റിലീസിനടക്കം വമ്പൻ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നും റിലീസിനായി ഇപ്പോൾ രംഗത്തുള്ളത്. നിവിൻ പോളിയെയും മമിത ബൈജുവിനെയും കേന്ദ്രകഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ്, 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിൽ നായകനായെത്തി നിഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ആം ഗെയിം, മോഹൻലാൽ കാമിയോയിൽ പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ തുടങ്ങി 3 വമ്പൻ ചിത്രങ്ങൾ ഓണത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ പ്രതീക്ഷകളേറെയുള്ള മറ്റ് ചിത്രങ്ങളും മലയാള സിനിമയുടെ ലൈനപ്പിലുണ്ട്. മലയാളത്തിലെ സ്റ്റൈലിഷ് സംവിധായകനായ അമൽ നീരദിന്റെ ബാച്ചർ ഡ്യൂസും, വമ്പൻ ആക്ഷൻ ചിത്രമെന്ന ഹൈപ്പിൽ ഒരുങ്ങുന്ന ആസിഫ് അലിയുടെ ടിക്കി ടാക്കയും, അടുത്ത ആഴ്ച റിലീസിനൊരുങ്ങുന്ന ചിദംബരം സംവിധാനം ചെയ്യുന്ന ബാലനും പ്രതീക്ഷ പകരുന്നവയാണ്. കഴിഞ്ഞ വർഷം സൈലന്റായെത്തിയ തുടരുമിലൂടെ ബോക്സ് ഓഫീസ് തൂക്കിയ മോഹൻലാൽ തരുൺ മൂർത്തി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന അതിമനോഹരവും, ജയസൂര്യയുടെ കരിയറിലെയും മലയാള സിനിമയിലെ ചരിത്രത്തിലെ തന്നെയും ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന കുത്തനാറും വലിയ പൊട്ടൻഷ്യലുള്ള ചിത്രങ്ങളാണ്.